വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ഓർമ്മിക്കുക, 1000 കണ്ണുമായി പിതാവായ ദൈവം നമ്മെ കാത്തിരിക്കുന്നു. എന്നെ കാത്തിരിക്കാൻ, എന്നെപ്പറ്റി അന്വേഷിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നലാണ് നമ്മെ ഓരോരുത്തരെയും മുൻപോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതം വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിക്കുന്ന പലരുടെയും വേദന ഒന്നു തന്നെയാണ്. എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ല, എന്നെ അന്വേഷിക്കാനോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുവാനോ ആരുമില്ല, പിന്നെ എന്തിനു ജീവിക്കുന്നു? എത്ര സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ ജീവിച്ചാലും, എന്തെല്ലാം നേട്ടങ്ങൾ കരസ്ഥമാക്കി മുന്നേറിയാലും, എത്രമാത്രം ശക്തനും ധീരനുമായാലും കാത്തിരിക്കാൻ ഒരാളില്ലല്ലോ എന്ന തോന്നൽ അവനെ അപ്പാടെ തളർത്തിക്കളയുന്നു. അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ എന്ന മഹാഗ്രന്ഥം കാത്തിരിപ്പിന്റെ ഒരു വലിയ കഥ നമ്മോട് പറയുന്നത്. മടുപ്പില്ലാതെ രാപ്പകൽ മനുഷ്യനെ കാത്തിരിക്കുന്ന ദൈവത്തെയാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ കാത്തിരിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. പറുദീസായിൽ മനുഷ്യൻ പാപം ചെയ്തിട്ടും കാരുണ്യത്തോടെ അവനെ അന്വേഷിക്കുന്ന ദൈവം, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന ഇസ്രായേൽ ജനതയെ അവരുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന ദൈവം, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തി പറയുന്ന ദൈവം, എന്ത് സംഭവിച്ചാലും മറ്റാരോടും തുറന്നു പറയാൻ പറ്റാത്ത ജീവിതാനുഭവങ്ങൾ ഉണ്ടായാലും അതെല്ലാം കേൾക്കാനും ശക്തിപ്പെടുത്താനും ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ആശ്രയിക്കാൻ ഒരു ദൈവം, അതാണ് നമ്മുടെ ബലം. വഴി നടത്താൻ ഒരു ദൈവം, അതാണ് നമ്മുടെ ധൈര്യം. സ്നേഹിക്കാൻ ഒരു ദൈവം, അതാണ് നമ്മുടെ പ്രചോദനം. വിശ്വസിക്കാൻ ഒരു ദൈവം, അതാണ് നമ്മുടെ വിജയം. മനസ്സിലാക്കാൻ ഒരു ദൈവം, അതാണ് നമ്മുടെ ശക്തി. തീരുമാനിക്കുക, ഇനിയുള്ള യാത്ര എങ്ങോട്ട്? നമ്മെ കാത്തിരിക്കുന്നവന്റെ പക്കലേക്ക് തന്നെയെന്ന് ഉറച്ചു തീരുമാനിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാഥായിൻ കണ്ണുകൾ കണ്ട
നിൻ